Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനൽ ഇഷ്ടംപോലെ ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തത് സിമുലേറ്റർ ഗെയിമുകളായിരുന്നു. ട്രക്ക് സിമുലേറ്റർ ഗെയിമുകളെ പറ്റിയുള്ള വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാനലിൽ ചെയ്തത്. PC-യിൽ കളിക്കാൻ പറ്റിയ മികച്ച 5 ബെസ്റ്റ് സിമുലേറ്റർ ഗെയിമുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടൂറിസ്റ്റ് ബസ് സിമുലേറ്റർ ആണ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത്. 2018-ലാണ് ഈ ഗെയിം ലോഞ്ച് ചെയ്യുന്നത്. ഈ ഗെയിമിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഒരു ഐലൻഡിൽ നമ്മളൊരു ടൂറിസ്റ്റ് ബസ് സർവീസ് നടത്തുകയാണ്. അവിടെ നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുക എന്നതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഈ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നല്ല ടൂർ പാക്കേജസ് ആൾക്കാർക്ക് ഓഫർ ചെയ്യണം, അവർക്ക് നല്ല ഹോട്ടൽ സ്റ്റേസ് കൊടുക്കണം, അതുപോലെ തന്നെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവർക്കായിട്ട് കണ്ടെത്തി കൊടുക്കുക, അവരെ ആ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി അവരെ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ അവരെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടാക്കുക. ഇതാണ് ഈ ഒരു ഗെയിമിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ടൂറിസ്റ്റ് കമ്പനി എങ്ങനെയാണ് ഒരു ടൂർ പാക്കേജ് എടുത്ത് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്, അതുപോലെ തന്നെ കുറച്ച് ഹെവി ഗെയിം കൂടിയാണ്. ഈ ഗെയിമിന്റെ മിനിമം റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്വാഡ് കോർ പ്രൊസസ്സർ എങ്കിലും വേണം. i5 ക്വാഡ് കോർ പ്രൊസസ്സർ ആണെങ്കിൽ അത്രയും നല്ലത്. വിൻഡോസ് 7 മുതൽ വിൻഡോസ് 10 വരെയുള്ള ഏതൊരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ ഒരു ഗെയിം റൺ ചെയ്യുന്നതാണ്. 32 ബിറ്റിൽ ഈ ഗെയിം സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ 6GB റാമും ഒരു 2GB ഗ്രാഫിക് കാർഡും നമുക്ക് മിനിമം റിക്വയർമെന്റ്സിൽ വരുന്നുണ്ട്. 25GB ആണ് ഇതിന്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഫേൺബസ് സിമുലേറ്റർ ആണ്. 2016-ലാണ് ഈ ഗെയിം ലോഞ്ച് ചെയ്യുന്നത്. യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഏകദേശം അതുപോലെയൊക്കെയുള്ള ഒരു ഗെയിമാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഗെയിം തന്നെയാണ് ഫേൺബസ് സിമുലേറ്റർ എന്ന് പറയുന്നത്. ജർമ്മനിയാണ് ഈ ഗെയിമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഡീറ്റെയിലിംഗും ഗെയിമിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ട്രാഫിക് റൂൾസും, ട്രാഫിക് ബ്ലോക്കുകളും, കൺജഷൻസും, അതുപോലെ തന്നെ ട്രാഫിക് ഐലൻഡുകളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഗെയിമാണ്. അത്യാവശ്യം നല്ലൊരു PC സ്പെക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗെയിം കളിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഗെയിമിന്റെ മിനിമം റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ i5 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഏതൊരു പ്രൊസസ്സറിലും ഈ ഒരു ഗെയിം സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കൊരു 64 ബിറ്റ് പ്രൊസസ്സർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ വിൻഡോസ് 7 മുതൽ വിൻഡോസ് 10 വരെയുള്ള ഏതൊരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ ഒരു ഗെയിം വർക്ക് ചെയ്യും. 6GB റാമും അതുപോലെ തന്നെ ഒരു 1GBയുടെ ഗ്രാഫിക് കാർഡുമാണ് നമുക്ക് ഇതിൽ അത്യാവശ്യമായിട്ട് വരുന്നത്. 45GB ആണ് ഈ ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ബസ് സിമുലേറ്റർ 18 ആണ്. നമ്മൾ നേരത്തെ കണ്ട ഗെയിമുകൾ പോലെ കംപ്ലീറ്റ് ഒരു ഹൈവേ പശ്ചാത്തലമല്ല ഗെയിമിന് കൊടുത്തിരിക്കുന്നത്. കൂടുതലും സിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഒരു യഥാർത്ഥ സിറ്റി എല്ലാ ഡീറ്റെയിലിംഗും ഗെയിമിന് നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ 12 ഡിസ്ട്രിക്റ്റുകളാണ് ഈ ഒരു ഗെയിമിന്റെ മാപ്പിലുള്ളത്. നമുക്ക് അവർ ഓരോ മിഷൻസ് തരും. ആ ഓരോ മിഷൻസും കളിച്ച് ഓരോ ഡിസ്ട്രിക്റ്റുകളും അൺലോക്ക് ചെയ്ത് നമുക്ക് അവിടെ കളിക്കാനാണ് സാധിക്കുന്നത്. നമുക്ക് അതിൽ നമ്മുടേതായിട്ടുള്ള ബസ് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബസ്സുകൾ വാങ്ങുകയും വിൽക്കുകയും അതുപോലെ തന്നെ ബസ്സുകൾ അപ്ഗ്രേഡേഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ പോസിബിൾ ആണ്. ഒരു മോഡറേറ്റ് സ്പെക്കുള്ള കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ബസ് സിമുലേറ്റർ 18 എന്ന് പറയുന്നത്. ഈ ഗെയിമിന്റെ മിനിമം റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോൾ ഒരു 3.3 GHz ഉള്ള i3 പ്രൊസസ്സർ മുതൽ മുകളിലോട്ടുള്ള ഏതൊരു പ്രൊസസ്സറിലും നമുക്ക് ഈ ഗെയിം റൺ ചെയ്യാവുന്നതാണ്. 6GB റാമെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് വേണം. വിൻഡോസ് 7 മുതൽ വിൻഡോസ് 10 വരെയുള്ള ഏതൊരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഈ ഒരു ഗെയിം വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ NVIDIAയുടെ ഗ്രാഫിക് കാർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1GB മതി. അല്ല AMD ആണെങ്കിൽ നിങ്ങൾക്ക് 2GB ഗ്രാഫിക് കാർഡെങ്കിലും മിനിമം വേണം. 6.5GB ആണ് ഇതിന്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിം എന്ന് പറയുന്നത് ബസ് ഡ്രൈവർ സിമുലേറ്റർ 2019 ആണ്. ഈ ഗെയിം സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ ബസ് സിമുലേറ്റർ ഗെയിമാണ്. നമ്മൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് കൃത്യസമയത്ത് മൂവ് ചെയ്യുന്നു. അവിടെ ആളെ കയറ്റുന്നു, ആളെ ഇറക്കുന്നു. അത്തരത്തിൽ നമ്മൾ റോഡിൽ പ്രൈവറ്റ് ബസ്സുകൾ അതുപോലെ KSRTC എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഗെയിമും. ഒരു സാധാരണ PC-യിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ബസ് ഡ്രൈവർ സിമുലേറ്റർ 2019 എന്ന് പറയുന്നത്. ഈ ഗെയിമിന്റെ മിനിമം റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് i5 4th Gen മുതൽ മുകളിലോട്ടുള്ള ഏതൊരു പ്രൊസസ്സറിലും ഈ ഗെയിം റൺ ചെയ്യാൻ സാധിക്കും. വിൻഡോസ് 7 മുതൽ വിൻഡോസ് 10 വരെയുള്ള ഏതൊരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ഗെയിം റൺ ചെയ്യാവുന്നതാണ്. 4GB റാമും അതുപോലെ തന്നെ ഒരു 1GB ഗ്രാഫിക് കാർഡും ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഗെയിം സിമ്പിൾ ആയിട്ട് റൺ ചെയ്യാം. 4GB ആണ് ഈ ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഗെയിം എന്ന് പറയുന്നത് Omsi 2 ആണ്. 1986 മുതൽ 1994 വരെയുള്ള ബെർലിൻ സിറ്റിയെ ആസ്പദമാക്കിയാണ് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. കുറച്ച് പഴയകാല സ്ഥലങ്ങളും പഴയകാല ബസ്സുകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ കാണുന്നത്. ഏതൊരു PC-ലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ റൺ ചെയ്യാൻ പറ്റിയ ഒരു ഗെയിമാണ്. അത്ര ഹെവിയും കാര്യങ്ങളൊന്നും അല്ല. ലോ സ്പെക് PC-കളിലും കളിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് Omsi 2 എന്ന് പറയുന്നത്. ഇതിന്റെ മിനിമം റിക്വയർമെന്റിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ കോർ പ്രൊസസ്സർ മതി. 4GB റാം ഉണ്ട് എങ്കിൽ അത്യാവശ്യം സ്പീഡോടുകൂടി കളിക്കാൻ സാധിക്കും. വിൻഡോസ് XP മുതൽ മുകളിലോട്ടുള്ള ഏതൊരു OS-ലും ഈ ഗെയിം റൺ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാഫിക് കാർഡിലേക്ക് വരുമ്പോൾ ഒരു 512 MBയുടെ ഗ്രാഫിക് കാർഡ് മതി. സോ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സോ ഏതായാലും 512 MB മാത്രം നമുക്കിവിടെ ഗ്രാഫിക്സ് മതി.
3.7 GB ആണ് ഇവിടെ ഫയൽ സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഗെയിമിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ ഇംപ്രഷനോ വാക്ക് ത്രോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു ഗെയിമിനെ പറ്റി ഒരു സ്പെസിഫിക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.